കോഴിക്കോടിൻ്റെ ചരിത്രരംഗങ്ങളിൽ നിന്നും ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കലാലയമുണ്ട് കോഴിക്കോടിന്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ്. 1.5 പതിറ്റാണ്ട് വർഷം പഴക്കമുള്ള ഈ കോളേജിന് അത്രയേറെ വർഷങ്ങളുടെ കഥ പറയാനുണ്ട്. ബഷീറിൻ്റെ തൂലികത്തുമ്പിൽ നിന്ന് അടർന്നു വീണ സുഹറയും പുസ്തകമേന്തിയ ധാവണിക്കാരിയും ബുദ്ധനും കൈലാസവും വൈകുണ്ഠവും അങ്ങനെ ഈ കോളേജിനെ വ്യത്യസ്തമാക്കുന്നു. ഇന്ന് കാണുന്ന ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദം മുതലാണ്. 1877 ശ്രീ എച്ച്.എൻ. മാനവവിക്രമൻ ബഹദൂർ രാജവംശത്തിലെ ചെറുതലമുറകൾക്ക് വേണ്ടി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയതായിരുന്നു ഈ കോളേജിൻ്റെ ശൈശവഘട്ടം. അന്ന് കേരള വിദ്യാശാല എന്നായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത്. തുടർന്ന് 1879 മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 2nd ഗ്രേഡ് കാറ്റഗറി കോളേജായിട്ട് അംഗീകാരം ലഭിക്കുന്നു. പിൽക്കാലത്ത് 1900 സാമൂതിരി കോളേജ് എന്ന് നാമധേയം ചെയ്യപ്പെടുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ലഭിച്ച ധനസഹായത്താൽ ഇന്ന് കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പൊക്കുന്ന് എന്ന സ്ഥലത്ത് ഈ കോളേജിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതിൻ്റെ സ്മരണാർത്ഥം സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് എന്ന് പുനർനാമകരണം ചെയ്തു. 1955 ഇന്ന് കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പൊക്കുന്ന് എന്ന സ്ഥലത്ത് ഈ കോളേജിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. തുടർന്ന് 1958 യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂറിൻ്റെ കീഴിൽ അംഗീകാരം ലഭിക്കുന്നു. പിൽക്കാലത്ത് 1968 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ അംഗീകാരം ലഭിക്കുന്നു. ആ അംഗീകാരം ഇന്നും തുടർന്നു പോകുന്നു. 1877 രാജകുടുംബാംഗങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയ സ്ഥാപനം ഇന്ന് എസ്.കെ. പൊറ്റക്കാട്, വി.കെ. കൃഷ്ണമേനോൻ, എം.ജി.എസ്. നാരായണൻ, എം.എൻ. കാരശ്ശേരി, സി.എച്ച്. മുഹമ്മദ് കോയ അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാരെ കേരളീയ സമൂഹത്തിന് സംഭാവന ചെയ്തു. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ ഗുരുവായൂരപ്പൻ കോളേജ് നൽകിയിട്ടുള്ള സംഭാവനകൾ ഈ കോളേജിനെ വ്യത്യസ്തമാക്കുന്നു.